നമസ്കാരം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന 3.0 അഥവാ PPL കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ കിട്ടുന്ന പദ്ധതി. രണ്ടാമതായി, PMAY ഗ്രാമീൺ അഥവാ പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് എങ്ങനെ പരിശോധിക്കാമെന്നാണ്. PMAY ലിസ്റ്റിനെ കുറിച്ച് നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ അടുത്ത കാലത്തായി കുറച്ച് പേര് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് മാനിച്ചാണ് ഈ വീഡിയോയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നത്. അതിനുമുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി PMUY 3.0യെ കുറിച്ച് പറയാം. ഇതുവരെ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് സൗജന്യ ഗ്യാസ് കണക്ഷൻ ലഭിക്കുക. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ 3ാം ഘട്ടത്തിലൂടെ അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യ ഗ്യാസ് കണക്ഷൻ ലഭിക്കും. അതിനുള്ള അപേക്ഷ ഓൺലൈനായും ഓഫ്ലൈനായും ചെയ്യാൻ കഴിയും. ഓൺലൈനിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിവരിക്കുന്ന ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചാനൽ കയറി കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഗ്യാസ് ഏജൻസി വഴി നേരിട്ടും അപേക്ഷിക്കാവുന്നതാണ്. അതിനുള്ള ഫോറം ഗ്യാസ് ഏജൻസിയിൽ നിന്നും ലഭിക്കും. അത് പൂരിപ്പിച്ച് നൽകിയാൽ മതി. അപേക്ഷയോടൊപ്പം അപേക്ഷകയുടെയും കുടുംബാംഗങ്ങളുടെയും ആധാർ കാർഡ്, BPL റേഷൻ കാർഡ്, 4 പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ ഹാജരാക്കേണ്ടതാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതിനാൽ വലിച്ചു നീട്ടാതെ ചുരുക്കുന്നു. ആ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കാണുക. ഒരു പ്രത്യേക കാര്യം കൂടി പറയട്ടെ. ആദ്യത്തെ ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവുമാണ് സൗജന്യമായി ലഭിക്കുക. അതുകൂടാതെ പദ്ധതിയിലൂടെ കണക്ഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഗ്യാസിനുള്ള സബ്സിഡിയും ലഭിക്കുന്നതായിരിക്കും. ഇനി PMAY ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ www.PMAYG.NIC in ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഉള്ള റിസൾട്ടുകളാണ് കിട്ടുക. ഇതിൽ 2 മാർഗങ്ങളുണ്ട് കേട്ടോ. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ആവാസ് സോഫ്റ്റ് അഥവാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസിലേക്ക് എത്തും. ഇവിടെ നിന്നും ലിസ്റ്റ് കിട്ടണമെങ്കിൽ നാം പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് കിട്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ അറിഞ്ഞിരിക്കണം. ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ശേഷം തൊട്ടടുത്ത് കാണുന്ന ക്യാപ്ച കൃത്യമായി മുകളിലെ കോളത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കിട്ടും. എന്നാൽ പലർക്കും ഈ രജിസ്ട്രേഷൻ നമ്പർ അറിഞ്ഞോളണമെന്നില്ല. കാരണം ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കുറേ നാളുകൾ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെയൊന്ന് കിട്ടിയിട്ടുണ്ടോ, ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് എവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നൊന്നും ഓർമ്മയുണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മറ്റൊരു മാർഗം കൂടി കാണിച്ചു തരാം. ഇവിടെ നിന്നും നമ്മൾ നേരെ ബാക്ക് അടിക്കുന്നു. കുറച്ചുകൂടി താഴോട്ട് പോകാം. എന്നിട്ട് കണ്ടോ, PM ആവാസ് ഗ്രാമീൺ ലിസ്റ്റ് എന്ന ലിങ്ക് കാണാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു പേജിലേക്ക് എത്തും. അവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്തു പോയാൽ ഒരു 5 ബട്ടണുകൾ കാണാം. വ്യത്യസ്ത കളറുകളിൽ ഒരു 5 ബട്ടണുകൾ കാണാം. അതിൽ ആദ്യമായി കാണുന്ന നീല ബട്ടൺ, അതാണ് PMAY ലിസ്റ്റ് പരിശോധിക്കാനുള്ളത്. ആ നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ്ട ഇങ്ങനെ വരും. ആദ്യത്തെ കോളത്തിൽ ആൾ സ്റ്റേറ്റ്സ് എന്നെഴുതിയ ആ കോളത്തിൽ അവിടെ നമ്മൾ നമ്മുടെ സംസ്ഥാനം സെലക്ട് ചെയ്യണം. ആ കോളത്തിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പട്ടിക വരും. അതിൽ നമ്മുടെ സംസ്ഥാനമായ കേരള എന്നതിൽ ടച്ച് ചെയ്യുക. ഇപ്പോൾ കേരള എന്നത് സെലക്റ്റായി കാണാം. ഇനി അടുത്ത കോളത്തിൽ ടച്ച് ചെയ്യുമ്പോൾ ജില്ലകളുടെ ലിസ്റ്റ് വരും.
അതിൽ നിന്ന് നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക. അതിനും താഴെയായിട്ട് അടുത്ത കോളത്തിൽ ക്ലിക്ക് ചെയ്താൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ലിസ്റ്റ് വരും. അതിൽ നിന്ന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് അവിടെ സെലക്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത കോളവും അതുപോലെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പഞ്ചായത്ത് തിരഞ്ഞെടുക്കുക. അതിനുശേഷം പിന്നെ കാണുന്ന സെലക്ട് ബട്ടണിൽ ടച്ച് ചെയ്ത് ഏത് വർഷത്തെ ബെനിഫിഷ്യറി ലിസ്റ്റാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ 2025-26 സാമ്പത്തിക വർഷമാണ് സെലക്ട് ചെയ്തത്. പക്ഷേ അത് വന്നിട്ടുണ്ടാവാൻ സാധ്യതയില്ല, എങ്കിലും നോക്കാം. ഇനി അടുത്ത സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഏത് പദ്ധതിയാണെന്ന് കൂടി സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിൽ ആദ്യം തന്നെ കാണുന്ന പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ അത് സെലക്ട് ചെയ്യുക. ഇത്രയുമായാൽ താഴെ കാണുന്ന ക്യാപ്ച ഇപ്പോൾ ഇങ്ങനെ ഒരു സംഖ്യകൾ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ആയിരിക്കും. അതവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞില്ലേ ഇത് ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത്, അത് വന്നിട്ടില്ല. ഡാറ്റ നോട്ട് ഫൗണ്ട് എന്നാണ് റിസൾട്ട് വന്നത്. സാരമില്ല, ഓട്ടെ. നമുക്ക് 2024-25 ലിസ്റ്റ് നോക്കാം. അത് വീണ്ടും ചെയ്യുന്ന സമയത്ത് അവസാനത്തെ കോളം വീണ്ടും പ്രധാനമന്ത്രി ആവാസ് യോജന എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, 2024-25 സെലക്ട് ചെയ്തു. എന്നിട്ട് പദ്ധതിയുടെ പേര് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന് വീണ്ടും സെലക്ട് ചെയ്തു. വീണ്ടും മറ്റൊരു ക്യാപ്ച കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ മൈനസാണ് വന്നത്. അപ്പം നമ്മളതിന് മൈനസ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം ടൈപ്പ് ചെയ്തു. ഇനി സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഏറ്റവും താഴെയായി ലിസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെ കുറച്ച് പേരുകളെ ഇങ്ങനെ കാണാൻ കഴിയുള്ളൂ. നമുക്ക് മുഴുവൻ ലിസ്റ്റുകളും ആവശ്യമുണ്ട്, എന്നാലേ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ പേര് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് മുഴുവൻ ലിസ്റ്റും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അത് എക്സലായോ അല്ലെങ്കിൽ PDF ആയോ ഡൗൺലോഡ് ചെയ്യാം. ഓറഞ്ച് നിറത്തിലുള്ള ഡൗൺലോഡ് ബട്ടൺ കാണാം കേട്ടോ. അത് PDF ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഡൗൺലോഡായി കണ്ടോ. ഇപ്പോൾ മുഴുവൻ പേര് വിവരങ്ങളും PDF ആയിട്ട് കിട്ടിയിരുന്നു. ഇനി ഇതിൽ നിന്ന് നമ്മുടെ പേര് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് വീട് പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഈ ലിസ്റ്റിലുണ്ടാകും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ.